കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഏറ്റുമാനൂരിൽ അഭിഭാഷക തൻ്റെ ചെറിയ മക്കളെയും കൊണ്ട് കായലിൽ ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് അതേപോലൊരു വീട്ടമ്മ തൻ്റെ 2 കുട്ടികളെയായിട്ട് തീ കൊളുത്തി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ചെറിയ മക്കളെയും കൊണ്ട്, അപ്പോൾ ഈ അഭിഭാഷകയുടെ കുട്ടികളാണെങ്കിൽ 2 വയസ്സും 5 വയസ്സും പ്രായമുള്ള ചെറിയ കുട്ടികളാണുള്ളത്. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു അഭിഭാഷകയാണ്, അതേപോലെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിലുള്ള ഒരാൾ കായൽ ചാടി മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രത്തോളം ഒരു സാമൂഹികപരമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരും ആത്മഹത്യ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു മാനസിക നിലയുടെ ഏതെങ്കിലും ഒരു തലത്തിൽ വെച്ചിട്ട് അവർ തീരുമാനം എടുക്കുന്നതാണ്. ആ തീരുമാനത്തിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആ ഒരു കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു രീതി, അത് എത്രമാത്രം ശരിയാണ്? തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ്. കാരണം ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു കണക്കുണ്ടായിരുന്നു, ഏറ്റവും കൂടുതലും ആത്മഹത്യ നടക്കുന്നത് കുട്ടികളുടെ ഇടയിലാണ്. അത് കഴിഞ്ഞാൽ ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതലും ആത്മഹത്യ ചെയ്യുന്ന നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതായത് 40 വയസ്സിൽ താഴെയുള്ള ആണുങ്ങളാണ് കൂടുതലായിട്ടും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദിനം പ്രതി അതിൻ്റെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കാരണം എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അത്തരത്തിലുള്ള വാർത്തകളാണ്. ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ ലഹരി ആളുകളുടെ ഇടയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ആളുകൾക്ക് ഇപ്പോൾ കുടുംബജീവിതം നയിക്കാൻ അത്രത്തോളം താല്പര്യം ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാരാബ്ധ ജീവിതം, കാരണം അവരുടെ എല്ലാ ഇപ്പം ഒരാൾ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് ആണെങ്കിലും ഓരോ ലൈഫ് ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള പല തരത്തിലുള്ള സ്ട്രെസ്സുകളായിരിക്കും. ഇപ്പൊ ഈ ഒരു അഭിഭാഷകയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജോലിപരമായിട്ടുള്ള സ്ട്രെസ്സുകൾ കാണാം, അതേപോലെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതേപോലെ മാനസിക നിലയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ കരുനാഗപ്പള്ളിയിലുള്ള ആ ഒരു വീട്ടമ്മയുടെയാണെങ്കിലും ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ആത്മഹത്യ നമുക്ക് സ്വന്തമായിട്ട് ജീവൻ എടുക്കാനുള്ള ഒരു അവകാശം നമ്മുടെ രാജ്യം നമുക്ക് പ്രതിദാനം ചെയ്ത് തന്നിട്ടില്ല. അഥവാ നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുന്നത് ഫെയിലിയർ ആയിട്ടുണ്ട് എങ്കിൽ നമുക്കെതിരെ കേസ് എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ഒരു സ്വയം ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന ഈ ആൾക്കാർ, അപ്പോൾ ഇതിനകത്തിൽ ഒന്നും പെടാത്ത അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാതെ പോകുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ അമ്മമാർ മരിക്കുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ആസ്വദിക്കേണ്ട കുറേ അധികം കാര്യങ്ങളെ നമ്മളായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ പറിച്ചു മാറ്റുമ്പോൾ ഇനി നിങ്ങൾ ജീവിക്കണ്ട, അല്ലെങ്കിൽ ഈ ഒരു ചിലപ്പോൾ അവരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലോകം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളെയും കൊണ്ട് ബാധിക്കേണ്ട എന്നൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവര് ഈ ആത്മഹത്യയിലേക്ക് തൻ്റെ കുട്ടികളെയും കൂടെ കൂട്ടുന്നത്. നമുക്ക് ആത്മഹത്യ ഒന്നിനൊരു പ്രതിവിധിയല്ല. ഒരാൾ ആത്മഹത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ കുട്ടികളെ കൊണ്ട് പോകുന്നത് അത് വളരെ വലിയൊരു തെറ്റാണ്. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന് കരുതി ആ അമ്മയും കുട്ടിയും 2 ആളുകളാണ്. കാരണം അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അവർക്ക് കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഭരണഘടന സംരക്ഷണം നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ചിലപ്പോൾ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആ ഒരു സൊല്യൂഷൻസ് മൈൻഡിലേക്ക് വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പല സൂയിസൈഡ് അറ്റംപ്റ്റ്സും സൂയിസൈഡുകളും നടക്കുന്നത്. ഈ പല സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ വേറെ ആളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറിപ്പോകാനൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ ഇത് ഒരു മാനസിക നിലയുടെ ഒരു ചേഞ്ചാണ്. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് അങ്ങനെ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ ഇതല്ല, അവർക്ക് ഇനിയും ജീവിക്കാനുള്ളതുണ്ട്, ഇതൊന്നും ആ ഒരു ടൈമിൽ ഇവർ ചിന്തിക്കില്ല. അതെ, കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ സാധാരണപ്പെട്ട ആളുകൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ മാത്രമല്ല, ഹൈ ലെവലായിട്ട് നിൽക്കുന്ന ആളുകൾ വരെ ആത്മഹത്യ ചെയ്യുന്ന ദിനം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇപ്പൊ ഈ വാർത്ത തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ഒരു പഞ്ചായത്തിനെ മൊത്തം അവിടുത്തെ ആളുകളെ മൊത്തം നയിച്ചിരുന്ന ഒരാളാണ്. അതുകൂടാതെ അവരൊരു അഭിഭാഷകയാണ്, അവർക്ക് കൃത്യമായിട്ട് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പൊ അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, അതും തൻ്റെ കുട്ടികളെ കൂടെ കൊണ്ടുപോയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
അല്ല, ഇതില് തെറ്റെന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ശരി. കാരണം തന്റെ രണ്ട് കുട്ടികൾ ചെറിയ മക്കളല്ലേ, നഷ്ടപ്പെടുമല്ലോ. ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്, ആ ഒരു ചെറിയ പ്രായമുള്ള കുട്ടികളാണ്. അപ്പൊ അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഈ മിക്ക ഫാമിലി സൂയിസൈഡ് ആ ഒരു അറ്റംപ്റ്റുകളുടെ ഒക്കെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇവരുടെ കുട്ടികൾ ഇനി അനാഥമായി പോകുമല്ലോ എന്ന രീതിയിലാണ്. അപ്പൊ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു പീരീഡ് വരുമ്പോഴാണ് ഇവർ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കുന്നത്. ആ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ സൈക്കോളജിസ്റ്റിനെ കാണുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഇത് നമ്മുടെ മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ മാനസിക തലം ഒന്ന് മാറിപ്പോയതിന്റെ പ്രശ്നമാണ്, ഇത് ഇപ്പം അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ ഇവരാരും ഒരു സൈക്കോളജിസ്റ്റിനെ പോലും കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏറ്റവും വലിയ തലത്തിലേക്ക് എടുത്ത് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ഈ ഒരു ആത്മഹത്യ സ്വീകരിച്ചതെന്ന് നമുക്കറിയില്ല. ഇതിനു മുമ്പ് ഒരു കേസ് വന്നിട്ടുള്ളത് ട്രെയിനിന് അമ്മയും മക്കളൂടെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ട് അവർ 3 പേരൂടെ ട്രാക്കിലേക്ക് കോട്ടയത്താണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഫാമിലി ഇഷ്യൂ ആയിരുന്നു കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടാണ് ആണെങ്കിലും കുടുംബപരമായിട്ട് അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു സാഹചര്യമായിരുന്നു. ആ ഒരു സാഹചര്യം കൊണ്ടാണ് അവർ ആത്മഹത്യ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്നത്. അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് ചിന്തിക്കാൻ രീതിയിലേക്ക് ഈ പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ ആ ഒരു രീതിയിലേക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതാണെങ്കിലും അതിനുശേഷമുള്ള ഇത്തരം നമ്മുടെ മാനസിക നില ഒന്ന് കൂളാക്കുന്ന രീതിയിൽ ഇനി ഹൈ ഹീലിങ്സ് ആണെങ്കിലും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം ഒരു ചിന്തയൊന്നും എന്തുകൊണ്ടായിരിക്കും ആൾക്കാരിലേക്ക് പോവാത്തത്? തികച്ചും അങ്ങനെ പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവയർനെസ് കുറവ് തന്നെയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നീട് അവർ ഒന്നിനെ കുറിച്ച് ആലോചിക്കത്തില്ല. ഇപ്പൊ അവരൊരു മെന്റൽ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ അവർ ട്രോമയിലാണ് എന്ന് അവർ, അല്ലെങ്കിൽ ഡിപ്രഷനിലാണെന്ന് അവർ തിരിച്ചറിയുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ അവർക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ആത്മഹത്യ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ ഒരു നിമിഷം അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. പക്ഷേ അവർ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടത്തില്ല. ഇത് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തീർന്നു, അല്ലെങ്കിൽ എൻഡായി, ഇനി ഇതിന്റെ മുന്നോട്ടേക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് അവർക്കൊരു സുഖകരമാവുന്നില്ല, ഹാപ്പിനെസ് ഇല്ല. ആ ഒരു മൊമെന്റിലേക്ക് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ വിഭാഗം എന്ന് പറയുന്നത്. ഒരു ടീനേജിന് ശേഷമുള്ള അതിന് കുറേ അധികം ഇനിയിപ്പോൾ കുറേ സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരുടെയൊക്കെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യമായിരിക്കും. ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അത് കടന്നു പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കൃത്യമായി പറയുന്ന പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയും അതേപോലെ അതിന്റെ കൃത്യമായിട്ട് മെഡിസിൻസ് സ്വീകരിക്കണമെന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ ആ ഒരു സ്റ്റേജ് കടന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മുടെ ഒരു എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇതിലും അല്ലെങ്കിൽ ഇതും കടന്നു പോകും, ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ഇനിയും സംഭവിക്കും, അതേപോലെ ഇതിലും നല്ല കാര്യങ്ങളും ഇനി സംഭവിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്കാണ് നമ്മുടെ ഇനി കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഏതൊരു വ്യക്തിയുമാണെങ്കിലും അങ്ങനെയാണ് ചിന്തിച്ചു പോകേണ്ടത്.